പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ ഫിലോമിനയാണ്. പതിനേഴ് നൂറ്റാണ്ടോളം വിസ്മൃതിയിൽ കഴിഞ്ഞിരുന്ന ഈ വിശുദ്ധയെ ദൈവം തിരുമനസ്സായി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ വിശുദ്ധ തിരുസഭയ്ക്ക് സ്വന്തമാവുക. 19-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധ. പ്രിയപ്പെട്ടവരെ, ഏറെ സഭയുടെ ചരിത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭക്തിരാഹിത്യത്തിൻ്റെ അവസ്ഥയിൽ വിശ്വാസികൾക്ക് ഒരു ഭക്തിയുടെ മാർഗം തുറന്നു കിട്ടുന്നതിനായി ഈ വിശുദ്ധയുടെ ശക്തമായ മാധ്യസ്ഥം സഹായകരമായി. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ യുദ്ധ പരമ്പരകൾ, അതുപോലെ ഏറെ വിശ്വാസരഹിതമായ പഠനങ്ങൾ, നിരീശ്വരവാദം, ഇതെല്ലാം വിശ്വാസത്തെ ഇങ്ങനെ ഉലച്ചിരുന്ന സമയത്ത് ഒരു പുതിയ വിശുദ്ധ സഭ പരിചയപ്പെടുകയാണ്. ഇത് വളരെ സംശയത്തോടെയും ഒരുപക്ഷെ വിശ്വസിക്കാൻ ഏറെ എളുപ്പമല്ലാത്ത തരത്തിലും ഏറെ നാടകീയമായ രീതിയിലാണ് വിശുദ്ധ ഫിലോമിനയുടെ ജീവിതത്തിൻ്റെ ചുരുള് അഴിയുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു വിശ്വാസ പ്രതികൂലത നമ്മൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം നമുക്കേറെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ വിശുദ്ധ ചരിത്രമില്ലാതെ വിശുദ്ധയായ ആളാണ്. ഏറെ ശക്തമായ മാധ്യസ്ഥം ഈ വിശുദ്ധയുടെ ജീവിതം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നമുക്ക് നേടിത്തരാൻ പറ്റുന്നത് കൊണ്ടാണ് തിരുസഭ അപ്രമാദിത്വ വരം ഉപയോഗിച്ച് വിശുദ്ധ ഫിലോമിനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ കൂനമ്മാവിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധ ഫിലോമിനയുടെ പള്ളിയുണ്ട്. അതുപോലെ മൈസൂരിലും കത്തീഡ്രൽ പള്ളി നമുക്കറിയാം. വിശുദ്ധ ഫിലോമിനയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ചരിത്രമില്ല എന്നും, ഒരുപക്ഷെ തിരുസഭ വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തി ഏതെങ്കിലും തരത്തിൽ ലഘൂകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ വിശ്വാസികളുടെ മനസ്സിലുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഈ വിശുദ്ധയെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഒരുങ്ങുവാനും ഏകദേശം കുറേ നാളുകൾ ഞാനിത് നിർത്തി വച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മനസ്സിലും ഒരു മുൻവിധി ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ ശരിക്കും സഭ കൃത്യമായി അംഗീകരിക്കുന്നുണ്ടോ, ചരിത്രം ശരിക്കും ഇല്ലല്ലോ, എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകളോ എന്തൊക്കെയോ കൺഫ്യൂഷനൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. ഇത് എൻ്റെ പൗരോഹിത്യത്തെ മുൻനിർത്തി, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തെ മുൻനിർത്തി നിങ്ങൾക്കൊരു കാര്യം ഞാൻ വാക്ക് തരികയാണ്. വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് കഴിഞ്ഞ നാളുകൾ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴും ചില നൊവേനകൾ ചെല്ലുമ്പോഴും ഈ വിശുദ്ധ സത്യമായും ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു നിറയുകയായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിൽ ഒരുപാട് സഭ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പേർ രക്തസാക്ഷികളായി. അനേകം പേർ മൃഗങ്ങൾ ഭക്ഷിച്ചു, കടലിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ടു, തീയിലെറിയപ്പെട്ടു, അമ്പെയ്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ രക്തസാക്ഷികളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. അനേകം പേര് പിന്നീട് വിസ്മൃതിയിലേക്ക് തള്ളപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ഈശോയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ രക്തസാക്ഷിത്വം വരിക്കുക. 19-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ പ്രിസ്കില്ലയുടെ നാമത്തിലുള്ള ഭൂഗർഭ അറയിൽ, കാറ്റക്കൂംസ്, നമ്മൾ റോമിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഭൂമിയുടെ അടിയിൽ വലിയ തുരങ്കങ്ങൾ, അവിടെയാണ് മൃതസംസ്കാരം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ അവിടെ അവർ ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ ഈ ഭൂഗർഭ അറയിൽ ഗവേഷണം നടത്തുന്നവർ ഒരു കല്ലറ കണ്ടെത്തുകയാണ്. ആ കല്ലറയിൽ ഈ
ചില എഴുത്തുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു, ചില ചിഹ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ പാക്സ് ടേക്കും ഫിലൂമിന അങ്ങനെ എഴുതിയേക്കുന്നത്. പീസ് ബി വിത്ത് യു ഫിലൂമിന. അതിലെ ചില ചിത്രങ്ങൾ, ആലേഖനങ്ങൾ ഇവർ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്യുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. അതിലൊന്ന് ഒരു കുരുത്തോലയാണ്, കുരുത്തോലയുടെ ചിത്രം. മറ്റൊന്ന് അമ്പ്, ചാട്ട, ഒരു നങ്കൂരം, ഇതെല്ലാം അതിൽ ആലേഖനം ചെയ്തിരുന്നു. അതുപോലെ ഒരു ലില്ലിപ്പൂ. ലില്ലിപുഷ്പം ഈ മരിച്ച വ്യക്തി കന്യകാത്വത്തിന് വേണ്ടിയാണ് മരിച്ചത്, ശുദ്ധതയ്ക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ കുരുത്തോല, നമ്മുടെ തമ്പുരാൻ ബലിയാകുന്നതിന് മുമ്പ് അവൻ്റെ രാജകീയ പ്രവേശനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഓശാനയുടെ കുരുത്തോല രക്തസാക്ഷികളുടെ ഒരടയാളമാണ്. ഈ വ്യക്തി രക്തസാക്ഷിണി ആയ വ്യക്തിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ അമ്പുകൾ എയ്ത് കൊല ചെയ്യപ്പെട്ടത് പ്രത്യേകിച്ച് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അതിനുശേഷം നങ്കൂരത്തിൻ്റെ അടയാളം, അത് ഒരു വ്യക്തി കടലിലെറിയപ്പെട്ടു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം അവർക്ക് ലഭിച്ച ഭൗതിക അവശിഷ്ടങ്ങൾ, എല്ല്, അതിൻ്റെ പൊടി, അതിനോട് ചേർന്ന് ഒരു ചെറിയ മൺകുടത്തിൽ എന്തോ ഒരു കറുത്ത സംഭവം അവർക്ക് കിട്ടുക. അത് പണ്ട് കാലങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചവരുടെ രക്തം ഇങ്ങനെ മൺകുടങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. അത് അവർ ആ മൺകുടത്തിൽ നിന്നെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഒരു സ്ഫടിക പാത്രത്തിലേക്ക് മാറ്റി. ഈ കറുത്ത ഇങ്ങനെ കട്ട പിടിച്ച രക്തം അവിടെ വെച്ച് തുടങ്ങുകയാണ് അത്ഭുതത്തിൻ്റെ പരമ്പരകൾ. ഈ വിശുദ്ധ ഫിലോമിനയുടെ ഈ രക്തം ഈ കണ്ണാടി പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അത് പളുങ്ക് പോലെയും വൈഡൂര്യം പോലെയും രത്നം പോലെയും സ്വർണം പോലെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അതിങ്ങനെ ശോഭിച്ച് തിളങ്ങി നിന്നു എന്നുള്ളതാണ്. ഇത് കണ്ടവർക്കെല്ലാവർക്കും ഭയങ്കരമായ ഒരു ആശ്ചര്യം തോന്നി. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം, അത് വലിയൊരു അത്ഭുതം പോലെ അവർക്ക് തോന്നി. എങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഈ ഫിലോമിന എന്ന് പറയുന്ന ഒരു വ്യക്തി ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ള അന്വേഷണങ്ങളൊക്കെ ചരിത്രകാരന്മാർ നടത്തുന്നു. എന്തു തന്നെയാണെങ്കിലും ഒരു 3 വർഷക്കാലത്തേക്ക് ഇവർക്ക് ഈ ലഭിച്ച എല്ലാ ശേഷിപ്പുകളും റോമിൽ തന്നെ സൂക്ഷിക്കപ്പെടുകയാണ്. ഒരു 3 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഒരു വൈദികൻ, അദ്ദേഹം ഒരു മിഷണറി വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരു വലിയ ആത്മീയമായിട്ടുള്ള ശോഷണം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ പോലും ഒരുപക്ഷെ പൗരോഹിത്യം തന്നെ ഉപേക്ഷിച്ചേക്കാം എന്നുള്ളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ഒരു ആത്മീയ ഉണർവിന് വേണ്ടി ഏതെങ്കിലും ഒരു തിരുശേഷിപ്പ് പ്രത്യേകമായി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചാപ്പലിൽ സ്ഥാപിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹം മുഞ്ഞോൾ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് റോമിലേക്ക് വരികയാണ്. ഈ തിരുശേഷിപ്പുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന, പ്രത്യേകമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ട്രഷറിയിലേക്ക് ഈ വൈദികൻ അദ്ദേഹത്തിൻ്റെ തന്നെ ബിഷപ്പിൻ്റെ കൂടെ പോവുകയാണ്. പല വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളുടെ മുമ്പിലൂടെ ഈ വൈദികൻ നടന്നു നീങ്ങി. വിശുദ്ധ ഫിലോമിനയുടെ ഈ തിരുശേഷിപ്പിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം വലിയൊരു ആത്മീയ നിർവൃതിയിലേക്ക് ഉയർന്നു എന്നാണ് പറയാം. അദ്ദേഹം പറഞ്ഞു, ഇത് ആരുടേതാണ്? ഫിലൂമിന എന്നൊരു പേര് മാത്രം അറിയാം, ചരിത്രം അറിയത്തില്ല, അതുകൊണ്ട് ഇത് തന്നുവിടാൻ നിവൃത്തിയില്ല എന്ന് അതിൻ്റെ സൂക്ഷിപ്പുകാർ പറയുമ്പോൾ ഈ ബിഷപ്പിൻ്റെ പ്രത്യേകമായ ശുപാർശ പ്രകാരം മാർപ്പാപ്പയിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി ആ ശേഷിപ്പുകൾ മുഴുവനും ഈ വൈദികൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിലേക്ക് കൊണ്ടുപോവുകയാണ്, മുഞ്ഞോണയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ യാത്ര സംഭവബഹുലമായൊരു യാത്രയായിരുന്നു. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ പേടകം അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വയ്ക്കുന്നു. മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വലിയ തട്ടുമുട്ടും ഈ പേടകത്തിനകത്തുനിന്ന് കേൾക്കുകയാണ്. അത് ആ വൈദികൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ ശ്രദ്ധക്കുറവോടുകൂടിയാണ് ആ പേടകം വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വളരെ പൂജ്യമായി സ്ഥാപിച്ചപ്പോൾ ആ ശബ്ദം നിലച്ചു.
വീണ്ടും ദിവസങ്ങൾ നീളുന്ന യാത്രയുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഈ വൈദികൻ പെട്ടെന്ന് രോഗിയാവുകയും വലിയ പനി പിടിപെടുകയും ചെയ്യുന്നു. അദ്ദേഹം ഈ പോകുന്ന വഴിക്ക് ചില ഭവനങ്ങളിലൊക്കെ കയറി താമസിച്ചിട്ടാണ് ഇവർ പോവുക. ഈ വൈദികൻ, ഫിലോമിന, നീ വിശുദ്ധയാണെങ്കിൽ എൻ്റെ പനിയെടുത്ത് മാറ്റുക. ആ നിമിഷത്തിൽ തന്നെ സംഭവിക്കുകയാണ്. ഇവർ ചെന്ന് താമസിച്ച ഭവനത്തിൽ അവിടെ ഉണ്ടായിരുന്ന രോഗികൾക്ക് ഒരു വൃക്ക രോഗമൊക്കെ മാറിയ സംഭവം അപ്പോൾ തന്നെ സംഭവിക്കുക. ഈ പോകുന്ന വഴി തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇത് ഈ വിശുദ്ധയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോയി അദ്ദേഹം തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള സ്വകാര്യ ചാപ്പലിൽ വളരെ ലളിതമായി കൊണ്ടുപോയി വെച്ചു. എന്നാൽ പലരും വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുകയും അത് ചുറ്റുമുള്ള ഇടവകകളിൽ പോലും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ, മുഞ്ഞോളിലെ ദേവാലയത്തിലേക്ക് വളരെ ആഘോഷമായി അത് മാറ്റി സ്ഥാപിക്കുവാനായി ഇവർ തീരുമാനിക്കുക. ഈ തിരുശേഷിപ്പ് അവർ ആ പേടകത്തിൽ സംവഹിച്ചു കൊണ്ടുപോകുമ്പോൾ ദേവാലയത്തിൻ്റെ മണി തനിയെ മുഴങ്ങി. തൊട്ടടുത്ത് വർഷങ്ങളോളം തളർവാദ രോഗിയായി കിടന്നിരുന്ന ഒരു തളർവാദ രോഗി ഈ മണിയടി ശബ്ദം കേട്ട് പള്ളിയിലേക്ക് തനിയെ നടന്നു വരികയാണ്. ചരിത്രാതീത കാലത്ത് സംഭവിച്ചതല്ല, വൈദ്യശാസ്ത്രം ഇല്ലാത്ത കാലത്ത് സംഭവിച്ചതല്ല. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളുടെ പരമ്പരയാണ്. പിന്നീട് അങ്ങോട്ട് നൂറുകണക്കിന്, ആയിരക്കണക്കിന് അത്ഭുതങ്ങളുടെ പരമ്പരയാണ്. വലിയ വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വലിയ രോഗങ്ങൾ മാറുന്നു, വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ രോഗങ്ങൾ മാറുന്നു, എന്തിനേറെ മനോരോഗങ്ങൾ മാറുന്നു, മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കുന്നു. അങ്ങനെ ഈ മുഞ്ഞോൾ എന്ന് പറയുന്ന സ്ഥലം ഈ വിശുദ്ധയുടെ പേരിനാൽ പ്രസിദ്ധമാവുകയാണ്. സഭ ശ്രദ്ധിച്ചു തുടങ്ങി. പരിശുദ്ധ സിംഹാസനത്തിലേക്ക് വരെ ഇതിൻ്റെ വാർത്തകൾ എത്തി തുടങ്ങി. കാരണം ചുറ്റുമുള്ള വൈദികർ പോലും ബിഷപ്പ് ഇതിനെ അംഗീകരിച്ച് റോമിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകൾ പോയി തുടങ്ങി. അപ്പോൾ റോം ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിക്കുന്നവൾ മാത്രമല്ല, സെൻസുസ് ഫിദേയും, ഇത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ കൃത്യമായി പറയുന്ന ഒരു ഭാഗമാണ്. സെൻസ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ വിശ്വാസം സഭ കണ്ടുപഠിക്കും. ഇത് സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമല്ലാത്തൊരു കാര്യമാണ് എങ്കിൽ ഒരു വിശ്വാസ സമൂഹത്തിൽ കുറേ കാലങ്ങളിൽ നിലനിൽക്കുന്ന ചില പാരമ്പര്യങ്ങളോ അവരുടെ വിശ്വാസത്തിൻ്റെ ചരിത്രമോ സഭ പറയില്ല. സഭ അത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ റോമിൽ നിന്ന് ഈ തിരുശേഷിപ്പ് കൊടുത്തു വിട്ടതിന് ശേഷം അവിടെ ശേഷിച്ചിരുന്ന ചില എല്ലിൻ്റെ പൊടികളൊക്കെ ആവശ്യപ്പെട്ടവർക്ക് വീണ്ടും കൊടുത്തു തുടങ്ങി. അപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് ലിറ്റർജി, ആരാധനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള കോൺഗ്രിഗേഷൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവരതൊരു പരീക്ഷണാർത്ഥം ശ്രദ്ധിച്ചു തുടങ്ങി. ഈ എല്ലിൻ്റെ പൊടികൾ കൊടുത്തു വിടുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇരട്ടിച്ചുകൊണ്ടിരിക്കുക, തീരുന്നില്ല. അതുപോലെ തന്നെ റോമിലുള്ള മറ്റൊരു രക്തസാക്ഷിയുടെ ഇതേപോലെ എല്ലിൻ്റെ പൊടികൾ കൊടുത്തത് തീർന്നു. ഫിലോമിനയുടേത് മാത്രം അതുപോലെ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പലവിധ അത്ഭുതങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പര സംഭവിക്കുമ്പോൾ റോം വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രദ്ധിച്ചു തുടങ്ങി. സഭയുടെ ചരിത്രത്തിൽ അനവധി മാർപ്പാപ്പമാർ വിശുദ്ധ ഫിലോമിനയുടെ വലിയ ഭക്തരാണ്. ഒരുപാട് വിശുദ്ധർ, നിസ്സാരക്കാരായിട്ടുള്ളവരല്ല, വിശുദ്ധരായിട്ടുള്ളവർ, സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അങ്ങനെ ഒത്തിരി പേർ വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തി അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറി അവർ അത് തുടർന്നു. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധരാണ് ആർസിലെ വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനി. വിശുദ്ധ ജോൺ മരിയ വിയാനി അവിടെ ഒരു പ്രത്യേകമായ ചാപ്പൽ സ്ഥാപിക്കുകയും ഈ വിശുദ്ധയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുകയും അവിടെ അദ്ദേഹം പറയുക, വന്ന എല്ലാവരോടും വിശുദ്ധ ഫിലോമിനയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹം നേടുക എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയാം. അദ്ദേഹത്തിൻ്റെ വലിയ രോഗാവസ്ഥയിലൊക്കെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥത തേടുന്നത്. പനി പിടിച്ച്
അദ്ദേഹത്തിന് അന്ത്യോകുദാശ വരെ കൊടുത്ത സംഭവമുണ്ട്, മലമ്പനി പിടിച്ച്. അദ്ദേഹം വലിയ ന്യൂമോണിയ ഒക്കെ പിടിച്ച അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് അന്ത്യകൂദാശ നൽകാൻ വന്ന വൈദികനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് വിശുദ്ധ ഫിലോമിനയുടെ ചാപ്പലിൽ പോയി എനിക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കുക. അദ്ദേഹം അവിടെ നിന്ന് രോഗവിമുക്തനാകുകയാണ്. അവിടെ നടന്ന അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങളാണ്. തളർന്നു കിടന്ന കുട്ടി ഈ വിശുദ്ധൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും, വിശുദ്ധ ഫിലോമിനയുടെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഭയങ്കര വികാര വിക്ഷോഭത്തോടു കൂടി ഈ കാരണവന്മാർ അവിടെ നിന്ന് കസേരയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിക്കൂടുകയാണ്. അതെല്ലാം വളരെ ഇൻസ്റ്റൻ്റായി അപ്പോൾ തന്നെ നടക്കുന്ന അത്ഭുതങ്ങളായി. എങ്കിലും വിശുദ്ധ ഫിലോമിനയുടെ ചരിത്രം ആർക്കും ലഭിക്കാതെ ഇങ്ങനെ അവശേഷിക്കുകയാണ്. ചരിത്രമില്ലാതെ എങ്ങനെ ഒരാളെ വിശുദ്ധയായിട്ട് പൂർണ്ണമായി പ്രഖ്യാപിക്കും? ജനത്തിൻ്റെ വിശ്വാസവും അനുഭവവും അവിടെ നിൽക്കുമ്പോൾ തന്നെ. അങ്ങനെ പരസ്പരം അറിയാത്ത 3 വ്യക്തികളിലേക്ക് സ്വകാര്യ വെളിപാടിലൂടെ വിശുദ്ധ ഫിലോമിനയുടെ ചരിത്രം ഈ വിശുദ്ധ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതിലൊന്ന് ഒരു ഡൊമിനിക്കൻ സന്യാസിനിയും മറ്റൊന്നൊരു വൈദികനും വേറെ ഒന്നൊരു സാധാരണ കർഷകനുമാണ്. ഇവർ 3 പേരും പരസ്പരം ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളല്ല. എങ്കിലും ഇവർക്ക് 3 പേർക്കും ഒരേ ചരിത്രം ഈ വിശുദ്ധ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ ഏറെ സ്വീകാര്യമായത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന ഒരു സിസ്റ്ററിന് ലഭിച്ച വെളിപാടാണ്. വാഴ്ത്തപ്പെട്ട മദർ ലൂസിയ. ഈ സിസ്റ്റർ ഒരു ഡൊമിനിക്കൻ സിസ്റ്ററായിരുന്നു. മാർപ്പാപ്പയുമായി നേരിട്ട് പരിചയമുള്ള ഒരു സന്യാസിനിയാണ്. എല്ലാ ദിവസവും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഒരു മുറിയിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഫിലോമിനയുടെ ഒരു ചെറിയ രൂപം ഈ സന്യാസിനിയുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ ഫിലോമിന ഈ സന്യാസിനിയോട് സംസാരിച്ചു തുടങ്ങി. തനിക്ക് എന്തെങ്കിലും ചിത്തഭ്രമമാണോ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഈ സന്യാസിനി വല്ലാതെ പരിഭ്രമിക്കുകയാണ്. വിശുദ്ധ ഫിലോമിന ഈ സന്യാസിനിക്ക് തൻ്റെ ചരിത്രം വെളിപ്പെടുത്തി തുടങ്ങി. ഗ്രീസിലുള്ള കലിസ്റ്റോസ് എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകളാണ് താനെന്നും തൻ്റെ അമ്മയും ഒരു രാജകുടുംബത്തിൽ തന്നെ പിറന്ന ആളാണെന്നും വിശുദ്ധ ഫിലോമിന വെളിപ്പെടുത്തി കൊടുത്തു. ഈ രാജാവിന് മക്കളില്ലാതെ സങ്കടപ്പെടുമ്പോൾ രാജകൊട്ടാരത്തിൽ റോമിൽ നിന്നുള്ള ഒരു വൈദ്യൻ വരികയും അദ്ദേഹം ഇവരോട് ഈശോയെക്കുറിച്ച് പറയുകയും ക്രിസ്തുമതം സ്വീകരിച്ചാൽ, ഈശോയെ ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് സത്യമായും മക്കളുണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഇവർ ക്രിസ്ത്യാനികളായി തീരുകയും വിശുദ്ധ ഫിലോമിന ജനിക്കുമ്പോൾ ലൂമിന എന്നാണ് അവർ പേരിട്ടത്, പ്രകാശം. പിന്നെ ജ്ഞാനസ്നാനത്തിൽ ഫിലൂമിന എന്നുള്ള പേര്, പ്രകാശത്തിൻ്റെ പുത്രി എന്നാണ് അർത്ഥം. ഈശോ പ്രകാശമായിരിക്കെ ആ പ്രകാശമായവൻ്റെ മകള് തന്നെയായി പിൽക്കാലത്ത് അവൾ പ്രശോഭിക്കുമെന്ന് ഒരുപക്ഷെ അവരുടെ ബോധതലങ്ങളിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്താണെങ്കിലും വിശുദ്ധ ഫിലോമിന ഈ കൊട്ടാരത്തിൽ 13 വർഷക്കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ നാട്ടുരാജ്യത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുവാനായി ഡയക്ലീഷ്യൻ ചക്രവർത്തിയെ കണ്ട് സൈനിക സഹായം അഭ്യർത്ഥിക്കുന്നതിനായി ഈ രാജാവ് റോമിലേക്ക് പോവുകയാണ്. രാജാവും രാജ്ഞിയും ഒപ്പം ഈ 13 വയസ്സുകാരിയായ സുന്ദരിയായ ഫിലോമിനയെയും കൂടെ കൊണ്ടുപോവുക. അത് എവിടെ യാത്രയ്ക്ക് പോയാലും ഈ മകളെയും കൂടി കൊണ്ടുപോകുന്ന വലിയൊരു സ്നേഹം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്താണെങ്കിലും റോമിലെത്തി അവരുടെ ആവശ്യം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് പറയുമ്പോൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പായിക്കുക ഫിലോമിനയുടെ സൗന്ദര്യത്തിലേക്കാണ്. അദ്ദേഹം ഇവർ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും സൈന്യമോ എന്താണെങ്കിലും ഞാൻ തരാം, പകരം ഈ പെൺകുട്ടിയെ എനിക്ക് സ്വന്തമായി തരണം. ഒരു ശുദ്ധമല്ലാത്ത ജീവിതത്തിലേക്ക്. വിശുദ്ധ ഫിലോമിനയെ സംബന്ധിച്ചിടത്തോളം അവൾ
തൻ്റെ ജീവിതം ഈശോയ്ക്ക്, അവളുടെ കന്യകാത്വം ഈശോയ്ക്ക് വേണ്ടി നൽകുന്നതിനായി നേർച്ച നേർന്നവളായിരുന്നു. പ്രിയപ്പെട്ടവരെ, 13 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം രാജ്യം, അവരുടെ ജനങ്ങൾ, അവരുടെ സംരക്ഷണം, ഇതെല്ലാം ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഒരു സാമന്ത രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യമാരിൽ ഒരാളായി തൻ്റെ മകളും മാറുന്നു എന്നുള്ളത് അവരുടെ രാജ്യത്തിന് തന്നെ വലിയ ഒരു സഹായമായി തീരും. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഈ രാജാവ് ഇതിന് സമ്മതം മൂളുക. എന്നാൽ ഇവളെ സ്നേഹത്തോടും ശാസനയോടും യാചനയോടും ഒക്കെ ഈ രാജാവും രാജ്ഞിയും സമീപിച്ചിട്ടും ഇവളിതിന് വഴങ്ങുന്നില്ല. കാരണം എനിക്ക് ഈ രാജ്യത്തെക്കാളും രാജ്യത്തിൻ്റെ സുസ്ഥിതിയെയും ജനത്തെക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത് എൻ്റെ ഈശോയാണ് എന്ന് ഈ 13 വയസ്സുകാരി പറയാം. മകളെ, നിനക്ക് വളരെ ചെറിയ പ്രായമാണ്, നീ ഇത്രയും വലിയൊരു തീരുമാനമൊന്നും എടുക്കാനായിട്ടില്ല എന്ന് അപ്പനും അമ്മയും മാറി മാറി പറഞ്ഞെങ്കിലും ഇതൊന്നും ഗവനിക്കാതെ വിശുദ്ധ ഫിലോമിന ഉറച്ചു നിന്നു. പിന്നീട് രാജസദസ്സിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ രാജാവിന് ഈ ചെറിയ പെൺകുട്ടി രാജാവിനെ അപമാനിച്ചതുപോലെ തോന്നുകയും അവളെ കാരാഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് കാരാഗൃഹത്തിൽ വന്ന് അപ്പനും അമ്മയൊക്കെ യാചിക്കുന്നുണ്ട് അവളുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി. നീണ്ട 37 ദിവസങ്ങൾ കാരാഗൃഹത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അവിടെ അവൾക്ക് ഇടയ്ക്കോ മറ്റോ കുറച്ച് റൊട്ടി കഷ്ണങ്ങളും വെള്ളവും കൊടുത്തുവെന്ന് അവൾ തന്നെ വെളിപ്പെടുത്തിയ പരിശുദ്ധ അമ്മ ആ തടവറയിലേക്ക് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഈശോ അവളെ ആശ്വസിപ്പിക്കാനായി എത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ ഈ തടവറവാസം, നിന്റെ ഈ കഠിന പീഡകൾ 3 ദിവസങ്ങൾ കൂടിയേ നീളുകയുള്ളൂ. അതിനുശേഷം നിനക്ക് നിന്റെ ജീവിതവും ജീവനും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലോമിന വലിയ സന്തോഷത്താൽ നിറയുമ്പോഴും അവൾ കടന്നു പോകാനിരിക്കുന്ന വലിയ പീഡകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ നൽകുക. അവൾ ആ തടവറയിൽ വെച്ച് സ്വർഗത്തിൻ്റെ മകളായി തീരുകയും പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനെ ഈ ഫിലോമിനയ്ക്ക് സംരക്ഷണത്തിനായി നൽകുകയും ചെയ്തു. ഗബ്രിയേൽ എന്നാൽ ദൈവം ശക്തി ധരിപ്പിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ഫിലോമിന ആ തടവറയിൽ ദൈവത്താൽ ശക്തിപ്പെടുകയാണ്. അതിനുശേഷം നടന്നത് വലിയ പീഡനത്തിൻ്റെ പരമ്പരയാണ് എന്ന് ഈ വിശുദ്ധ ഈ 3 പേർക്കുമായി വെളിപ്പെടുത്തി കൊടുത്തു. അതിലെ ഒന്നാമതായി ഈ വിശുദ്ധയെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് ഒരു തൂണോട് ചേർത്ത് കെട്ടി ഇവളെ ചാട്ട കൊണ്ട് അടിച്ചു എന്നാണ്. ഈ പീഡനത്തെ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ചില അടയാളങ്ങൾ ഈ വിശുദ്ധയുടെ കല്ലറയോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവള് ദേഹത്ത് മുഴുവനും മുറിവ് പറ്റി വീണ്ടും ഈ തടവറയിലേക്ക് തള്ളപ്പെടുമ്പോൾ മാലാഖമാർ വന്ന് ഇവളെ സുഖപ്പെടുത്തി എന്നാണ് പറയുക. അതിനുശേഷം ഇവൾ സുഖപ്പെട്ടത് കണ്ടപ്പോൾ ഇവരേതോ മന്ത്രവാദിനിയാണ് എന്ന് രാജാവ് അവകാശപ്പെടുകയും ഇവളെ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ജനമെല്ലാം കാണുക ടൈബർ നദിയിലേക്ക് ഒരു നങ്കൂരം കഴുത്തിൽ കെട്ടി കടലിലേക്ക് എറിയുകയാണ്, ഈ നദിയിലേക്ക് എറിയുക. എങ്കിലും അവിടെ നിന്ന് മാലാഖമാർ ഇവളെ ഉയർത്തി എന്നാണ് പറയുക. ഇത് കണ്ട് അനേകര് ക്രിസ്ത്യാനികളായി, അനേകർ വിശ്വാസം സ്വീകരിച്ചു. ഇതിനുശേഷം രാജാവ് വീണ്ടും ഭയങ്കരമായി കലിപൂണ്ട് ഇവളെ എങ്ങനെയെങ്കിലും കൊല ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഇവൾക്കെതിരെ അമ്പെയ്ത് ഇവളെ കൊല ചെയ്യാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവൾക്കെതിരെ തീയമ്പുകൾ അയച്ചു. അമ്പുകൾ അയച്ച് ഇവൾ മരിക്കുന്നില്ല എന്ന് കണ്ട് ചുട്ടുപഴുപ്പിച്ച് അമ്പുകൾ അയക്കുകയാണ്. എങ്കിലും ഈ അമ്പുകളൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ നേരെയാണ് തിരിഞ്ഞത് എന്നാണ് വിശുദ്ധ ഫിലോമിന വെളിപ്പെടുത്തുക. ഇതെല്ലാം കണ്ടു നിന്നവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം കോപം നിറഞ്ഞ രാജാവ് ഡയക്ലീഷ്യൻ വിശുദ്ധ ഫിലോമിനയുടെ കഴുത്തറുത്ത് കൊല ചെയ്യാനായി ആവശ്യപ്പെടുകയും അങ്ങനെ രക്തസാക്ഷിണിയാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇത് വിശുദ്ധ ഫിലോമിനെ വ്യക്തിപരമായി വെളിപ്പെടുത്തിയ സംഭവമാണ്. എന്നാൽ ഈ സംഭവത്തെ എല്ലാം സാധൂകരിക്കുന്ന അടയാളങ്ങൾ ആ കല്ലറയിൽ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഫിലോമിനയുടെ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴുത്തിൽ ഒരു നങ്കൂരവും കയ്യിൽ അമ്പും ഒരു കുരുത്തോലയും അവളുടെ
സൈഡിലായി ഒരു ചാട്ടയും എല്ലാം നമുക്ക് കാണാം. ഇതെല്ലാം അവളുടെ കല്ലറയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. ഇത് 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ ശേഷിപ്പുകളാണ് എന്ന് അവളുടെ അസ്ഥിയിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ തിരുസഭയ്ക്ക് സ്വകാര്യ വെളിപാടിലൂടെ ഈ വിശുദ്ധയുടെ ചരിത്രം ലഭ്യമാവുകയാണ്. തള്ളിക്കളയാൻ കഴിയാത്തതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുകയാണ്. എങ്കിലും സഭ പെട്ടെന്ന് ആരെയും വിശുദ്ധരാക്കുകയില്ല. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം. വിശുദ്ധ ഫിലോമിന അനേകം വിശുദ്ധരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. വിശുദ്ധ പാതിരപ്പിയ പറയുക, വിശുദ്ധ ഫിലോമിന സ്വർഗത്തിൽ സത്യമായും ഷീസ് എ പ്രിൻസസ്. അവള് സ്വർഗത്തിലെ ഒരു രാജകുമാരിയാണ്. അവളുടെ മാധ്യസ്ഥ ശക്തി അത്ര വലുതാണ് എന്ന് വിശുദ്ധ പാതിരപ്പിയ പറയുകയാണ്. ആരെങ്കിലും ഈ വിശുദ്ധ സ്വർഗത്തിലില്ല എന്ന് കരുതുന്നെങ്കിൽ അത് പിശാചിനാൽ പ്രചോദിതമാണ് എന്ന് വിശുദ്ധൻ പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഡാമിയൻ വിശുദ്ധ ഫിലോമിനയോട് ഭയങ്കര ഭക്തി ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളി തന്നെ ഈ വിശുദ്ധയുടെ പേരിലാണ്. യൂറോപ്പിൽ, ഫ്രാൻസിൽ, അമേരിക്കയിൽ വിവിധ നാടുകളിലേക്ക് ഈ വിശുദ്ധയുടെ ഭക്തി ഇങ്ങനെ പ്രചരിക്കപ്പെടുകയാണ്. എങ്കിലും തിരുസഭ സസൂക്ഷ്മം എന്താണ് ഈ രക്തസാക്ഷിണിയുടെ കാര്യത്തിൽ എടുക്കേണ്ടുന്ന നിലപാട് എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്രിഗറി 16 പാപ്പയാണ് വിശുദ്ധ ഫിലോമിനയെ അൾത്താര വണക്കത്തിനായി ഉയർത്തുക. പൗളിൻ ജാരിക്കോട്ട് എന്ന് പറയുന്ന തിരുസഭയെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പഗാൻഡ ഫിദേ, അതായത് വിശ്വാസ തിരുസംഘം, അതിൻ്റെ ആത്മായ സഹോദരിയാണ്, അതിൻ്റെ സ്ഥാപികയായിട്ടുള്ള ആത്മായ സഹോദരിയാണ് ഈ പൗളിൻ ജാരിക്കോട്ട്. അതുപോലെ തന്നെ ജപമാല സഖ്യങ്ങൾ സ്ഥാപിക്കുകയും ചെറുപ്പം മുതലേ തിരുസഭയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഈ പൗളിൻ ജാരിക്കോട്ട് എന്ന സഹോദരി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വലിയ സുഹൃത്താണ്. ഈ സഹോദരിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് പിൽക്കാലത്ത് വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് കൊടുക്കുകയും ഇവർ രണ്ടുപേരും ചേർന്ന് ഭയങ്കരമായ ഫിലോമിന ഭക്തി ഈ ഫ്രാൻസിലെല്ലാം പരത്തുകയും ചെയ്തു. ഈ പൗളിൻ ജാരിക്കോട്ട് എന്ന സഹോദരി ചെറുപ്രായത്തിൽ അവളുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും മാർപ്പാപ്പയൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. ഈ ഗ്രിഗറി മാർപ്പാപ്പയൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. അവൾ പെട്ടെന്ന് രോഗിണിയാവുകയും ഹൃദ്രോഗത്തിലൂടെ മരണാസന്നയാവുകയും ചെയ്തു. അങ്ങനെ ഈ മുഞ്ഞോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയിലേക്ക് ഇവൾ രോഗസൗഖ്യത്തിനായി യാത്ര പുറപ്പെടുവാൻ തീരുമാനിക്കുന്നു. ഇതൊരു നീണ്ട യാത്രയാണ്. ഫ്രാൻസിൽ നിന്ന് വളരെ മഞ്ഞു മൂടിയ മലനിരകളിലൂടെ മരണാസന്നയായ പൗളിൻ ജാരിക്കോട്ട് യാത്ര ചെയ്യുക. ഇത് ഒരിക്കലും വൈദ്യൻ അനുവദിച്ച കാര്യമല്ല. ചുറ്റും നിന്നവർക്ക് പോലും ഒന്നെങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ മരണം എന്നുള്ളൊരു നിലപാടോടുകൂടി വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥ ശക്തിയിൽ വലിയ ഒരു ധൈര്യവും ആശ്രയവും കാണിച്ചുകൊണ്ട് പൗളിൻ ജാരിക്കോട്ട് യാത്രയാവുക. റോമിലെത്തി മാർപ്പാപ്പയെ കാണുവാനായി മാർപ്പാപ്പയുടെ വസതിയിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ അവിടെ ഒരു തിരുഹൃദയത്തിൻ്റെ സന്യാസിനിമാരുടെ ആശ്രമത്തിൽ പൗളിൻ ജാരിക്കോട്ട് തീരെ അവശ്യ നിലയിൽ കിടക്കുമ്പോൾ മാർപ്പാപ്പ നേരിട്ട് വന്ന് ഈ സഹോദരിയെ സന്ദർശിക്കുക. അപ്പോൾ മാർപ്പാപ്പ ചുറ്റുമുള്ളവരോടായി പറഞ്ഞു, ഇനി ഒരുപക്ഷെ നമുക്ക് പൗളിനെ വീണ്ടും കാണാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നിട്ട് മാർപ്പാപ്പ ഈ സഹോദരിയോട് ആവശ്യപ്പെടുകയാണ്, നീ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വേണ്ടി നീ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരിതെല്ലാം ആവശ്യപ്പെടുമ്പോൾ ഈ രോഗിണിയായ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും മരിക്കുമെന്ന് കാണുന്നവർക്കും അതുപോലെ വൈദ്യശാസ്ത്രവും
കൃത്യമായി വിധി എഴുതിയ ഈ സ്ത്രീ മാർപ്പാപ്പയോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ സുഖപ്പെട്ടാൽ ഫിലോമിനയെ വിശുദ്ധ പദവിയിലേക്ക് അങ്ങ് ഉയർത്തുമോ? തീർച്ചയായും ഫിലോമിനയെ വിശുദ്ധയാക്കുന്നതിനുള്ള ഒരു തക്കതായ കാരണമായിരിക്കും അത് എന്ന് മാർപ്പാപ്പ ഉറപ്പ് നൽകിയ. അങ്ങനെ ഈ പൗളിൻ ചാരിക്കോട്ട് മിഞ്ഞോളിലെത്തുന്നു. ഏതാനും ദിവസങ്ങൾ കടന്നു പോകുന്നു. പരിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്നു. ഏറ്റി നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ സഹോദരി അവിടെ മുട്ടുകുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. എല്ലാവരുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നു. കണ്ടു നിൽക്കുന്നവർ പോലും ഇങ്ങനെ ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചതെന്ന് പറയുക വിശുദ്ധ ഫിലോമിനയോട്. നീ സത്യമായും വിശുദ്ധയാണെങ്കിൽ, നീ സത്യമായും ഉണ്ടെങ്കിൽ ഈ സഹോദരിക്ക് നീ സൗഖ്യം കൊടുക്കുക. ആ ഒരു നിലയിൽ ജനം പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം ഇവർക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അത്ര തീക്ഷ്ണമായിരുന്നു പൗളിൻ ചാരിക്കോട്ടിൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബലി നടക്കുന്നതിനിടയിൽ അവരുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഈ പൗളിൻ ചാരിക്കോട്ടിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രകടമായ രീതിയിൽ ഈ സഹോദരി തളർന്നു കിടന്നവൾ എഴുന്നേറ്റ് നിന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി അവൾ മുന്നോട്ട് നീങ്ങി. പരിപൂർണമായി സൗഖ്യപ്പെട്ടു. തിരിച്ചു റോമിലേക്ക് വന്ന് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അവൾ തന്നെ നട കയറി ചെന്നു. മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് അവളുടെ രോഗസൗഖ്യത്തെ ബോധ്യപ്പെടുത്തി. മാർപ്പാപ്പ അവളോട് 1 വർഷക്കാലം റോമിൽ തന്നെ താമസിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം പിഴവ് സംഭവിക്കാതിരിക്കാൻ. ഒരുപക്ഷെ ഈ സൗഖ്യം താൽക്കാലികമാണെങ്കിലോ. അങ്ങനെ അതിന് പൗളിൻ ചാരിക്കോട്ട് സമ്മതം മൂളുകയാണ്. അങ്ങനെ ഈ ഒരു അത്ഭുതം മാർപ്പാപ്പ നേരിട്ട് കാണുകയും പരിശുദ്ധ സിംഹാസനം അതിനെ നേരിട്ട് ബോധ്യപ്പെടുകയും അനവധി അത്ഭുതങ്ങളുടെ വലിയ പരമ്പര അവർക്ക് ബോധ്യപ്പെടുകയും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നീണ്ട കാലത്തെ വിശ്വാസികളുടെ വിശ്വാസ അനുഭവത്തെ സഭ തള്ളിക്കളയാൻ തയ്യാറല്ലാത്തത് കൊണ്ട് സഭയുടെ അപ്രമാദിത്യ വരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക എന്നുള്ളത്. അത് പിന്നീട് മാറ്റിപ്പറയുവാൻ സാധിക്കുന്ന കാര്യമല്ല. അത്ര ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. അങ്ങനെ വിശുദ്ധ ഫിലോമിന ലോകത്തിന് ഒരു സമ്മാനം പോലെ ലഭിക്കുകയാണ്. ഗ്രിഗറി 16 പാപ്പ 19-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധയായി വിശുദ്ധ ഫിലോമിനെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തിയിൽ ഏറെ പ്രധാനപ്പെട്ടത് ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. ആരൊക്കെയാണോ ജീവിതത്തിൽ ശുദ്ധത എന്ന പുണ്യം കാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, യൂറോപ്പിലെ എല്ലാ യുവജനങ്ങളുടെയും മധ്യസ്ഥയായി ഈ പുണ്യവതി മാറുക. 13 വയസ്സുകാരി. ഒരു കോഡ് ഓഫ് സെൻറ്റ് ഫിലോമിന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ചുവപ്പും വെള്ളയും കലർന്ന നാടകൾ കൊണ്ട് കെട്ടിയ കയ്യിൽ കെട്ടുന്ന ഒരു ചരടാണ്. അത് വേണമെങ്കിൽ അല്ലാതെയും കൊണ്ടുപോയി നടക്കാം. ഇത് വെഞ്ചിരിച്ച് കയ്യിൽ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം വഴി ശുദ്ധത എന്ന പുണ്യം കാക്കുന്നതിനായി യുവജനങ്ങൾ അനേകർ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും യൂറോപ്പിലൊക്കെ അത് വളരെ ഫേമസ് ആണ്. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒത്തിരി പേർ അതിൻ്റെ സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണാം. വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തിയിൽ വിശുദ്ധ ഫിലോമിനയോടുള്ള ജപമാലയും അതുപോലെ ഉത്തരീയവും നമ്മുടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ് ഈ വിശുദ്ധയോടുള്ള ഇത്തരത്തിലുള്ള ഭക്തി വളർത്തിയെടുക്കുക. ആദ്യം 3 മുത്തുകൾ, വെളുത്ത മുത്തുകൾ, അത് 3 സ്വർഗസ്ഥനായ പിതാവ്. അതിനു മുൻപ് ഒരു വിശ്വാസ പ്രമാണം, പിന്നെ 13 മണികൾ, 13 നന്മ നിറഞ്ഞ മറിയമായി. 13 വർഷക്കാലം ഫിലോമിന ഈ ഭൂമിയിൽ ജീവിച്ചു. അല്ലെങ്കിൽ അതിന് മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ വിശുദ്ധ ഫിലോമിനയോടുള്ള ഉത്തരീയം, നവനാൾ പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കരമായ ഒരു മാധ്യസ്ഥ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോയ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷപ്പെടുവാൻ പോകുന്നത് ഇതുപോലെയുള്ള ഭക്തിയിലുള്ള ആശ്രയത്തിലായിരിക്കും. കാരണം നമ്മളുടെ യുവജനങ്ങൾ
വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങൾ അവർക്ക് ജീവിതത്തിൽ ബോധ്യമായേ പറ്റൂ. അല്ലാത്ത പക്ഷം ചില കെട്ടുകഥകൾ പോലെയോ അവരെ അടിച്ചിരുത്തുന്നതിന് വേണ്ടി പറയുന്ന അവർക്ക് ഗുണമല്ലാത്ത ഉപദേശങ്ങൾ പോലെയൊക്കെ നമ്മളുടെ ആത്മീയമായ ജീവിതത്തിനുതകുന്ന എല്ലാ കാര്യങ്ങളും അവർ തള്ളിക്കളഞ്ഞേക്കാം. വിശുദ്ധ ഫിലോമിന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള അടയാളമാണ് എന്ന് വിശുദ്ധരും അനേകം മാർപ്പാപ്പമാരും കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ ഫിലോമിനയോട് പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ ഫിലോമിനയോട് വിശ്വാസത്തിൽ ചോദിക്കുന്ന യാതൊരു കാര്യവും ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നുള്ള നിലയിലും സംശയത്തോടെ എൻ്റെ അരികിൽ വരുന്നവരുടെ നേരെ ഞാൻ മുഖം തിരിച്ചു കളയുമെന്ന് വിശുദ്ധ ഫിലോമിന അനേകർക്ക് വെളിപാടായി നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉള്ള കൂനമ്മാവിൽ ചാവറയച്ചൻ അദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച ഇരട്ട തീർത്ഥാടനാലയം എന്നാണ് കൂനമ്മാവിലെ വിശുദ്ധ ഫിലോമിനയുടെ പള്ളിയെ പറയുക. നമ്മൾ അവിടെ പോകണം. അവിടെ മാർപ്പാപ്പ ദണ്ഡവിമോചനം നൽകിയിരിക്കുന്ന പള്ളിയാണ്. നമ്മൾ അവിടുത്തെ തിരുനാളുകളിലും പ്രാർത്ഥനകളിലും അവിടെയൊക്കെ നൊവേന പ്രാർത്ഥനകളും വിശുദ്ധ ഫിലോമിനയുടെ ചിത്രങ്ങളും ഒക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ മൈസൂറും ഒക്കെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലോമിനയെ സഭ തരം താഴ്ത്തിയെന്നോ ഒഴിവാക്കിയെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ശരിക്കും ഒരുപാട് പേര് വിശുദ്ധ ഫിലോമിനയുടെ പേര് സ്വീകരിക്കുകയും തിരുനാളിനെ ചൊല്ലി അല്ലെങ്കിൽ സഭ തരം താഴ്ത്തി എന്നതിനെ ചൊല്ലി അത് ഉപേക്ഷിക്കുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. അത് ശരിയല്ല. റോമിൽ പ്രത്യേകമായി ലിറ്റർജിക്കൽ കലണ്ടർ, അതുപോലെ 2001 രക്തസാക്ഷികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പട്ടികയിൽ വിശുദ്ധ ഫിലോമിനയുടെ പേര് ഉൾപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നാണ് പറയുക. കാരണം സ്വകാര്യ വെളിപാടുകളിൽ അതൊരു ചരിത്ര രേഖയാണ്. ഈ രക്തസാക്ഷികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കലണ്ടറിലും ഇത് ചരിത്രം ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ തള്ളിക്കളയണമെന്നുള്ള അർത്ഥത്തിലല്ല. സഭ ഒരിക്കലും വിശുദ്ധ ഫിലോമിന വിശുദ്ധ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ചില തർക്കങ്ങളും സംശയങ്ങളും ഇതുപോലെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോൾ റോമിൽ നിന്ന് മാർപ്പാപ്പ കൃത്യമായി വിശുദ്ധ ഫിലോമിനയുടെ ഭക്തിയെക്കുറിച്ച് മൈസൂറിലേക്കൊക്കെ അറിയിച്ചിങ്ങനെയാണ്: ഇപ്പോൾ തുടരുന്ന ഭക്തി നിങ്ങൾ തുടരുക തന്നെ വേണം. അവിടെ ഒരു വിശ്വാസത്തിന് ഒരു ഉതപ്പുണ്ടാകേണ്ട കാര്യമില്ല. പല സംശയങ്ങളും നിഴലിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ദൈവം തിരുമനസ്സാകാതെ ചരിത്രമില്ലാതെ തിരുസഭയിൽ ഒരു വിശുദ്ധയും വിശുദ്ധയാവുകയില്ല. ചരിത്രമില്ലാതെ ചരിത്രമെഴുതിയ വിശുദ്ധ ഫിലോമിന ദൈവസമക്ഷം എത്ര വിലപ്പെട്ടവളും എത്ര ശക്തയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥ ശക്തിയാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പോലും നവ ദമ്പതിമാരുടെ മാധ്യസ്ഥം, നമ്മുടെ ചെറുപ്പക്കാർ വിവാഹിതരാകുമ്പോൾ വിശുദ്ധ ഫിലോമിനയോട് മാധ്യസ്ഥം യാചിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ, കുടുംബജീവിതങ്ങൾ സുസ്ഥിരമാകുന്നതിന് വേണ്ടി. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കായി മാധ്യസ്ഥം തീർക്കുന്ന വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തി ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായി. ഭക്തി കുറഞ്ഞു വരുന്ന കാലം, അതുപോലെ സംശയങ്ങളും വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകളും സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും എളിമയോടുകൂടി സ്വീകരിക്കാൻ കഴിയാത്ത ഹൃദയ കാഠിന്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വലിയ ആക്രമണത്തിൽ സഭ വലിയ മൂല്യച്യുതിയിലേക്ക് വീണുപോകുന്ന, വിശ്വാസത്തിൽ വലിയ വിശ്വാസരാഹിത്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആ പീഡനം, അതിൻ്റെ തനിയാവർത്തനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ സഭയിലുണ്ടാകുമ്പോൾ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം തീർച്ചയായും നമുക്ക് കരുത്ത് നൽകും. നമുക്കെല്ലാവർക്കും ആ 13 വയസ്സുകാരിയായ വിശുദ്ധ പാതിരേപ്പിയോ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ഒരു കൊച്ചു രാജകുമാരിയായ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.